തൈറോയിഡ് വന്ന ആൾക്കാർ അവരുടെ മെഡിസിൻ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ആഹാര രീതി എന്ന് പറയുന്നത്. ഇതിൽ അവർ ഉൾപ്പെടുത്തേണ്ടത് അയഡിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. കടൽ മത്സ്യങ്ങൾ, മുട്ട, പാൽ എന്നിവയൊക്കെ കഴിക്കുന്നത് വഴി ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെലീനിയം എന്ന് പറയുന്നത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി, പ്രത്യേകിച്ച് ബ്രസീൽ നട്ട്സ് അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വഴി നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. പല ആൾക്കാരുടെയും സംശയമാണ് ഈ കാബേജ് അല്ലെങ്കിൽ ബ്രോങ്കോളിയൊക്കെ നമ്മൾക്ക് ഈ തൈറോയിഡ് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുമെന്ന്. ചെറിയ രീതിയിൽ പാകമാക്കി കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. എന്നാൽ സോയാ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ തൈറോയിഡുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ ഈ ഭക്ഷണത്തിന്റെ കൂടെ, ഈ മെഡിസിന്റെ കൂടെ തന്നെ ഭക്ഷണത്തിലും നിങ്ങളുടെ വ്യായാമത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് തൈറോയിഡിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു മുക്തി ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ആക്കി കൊണ്ടുപോകാന്നല്ലാതെ പൂർണ്ണമായിട്ടും ഒരു റിക്കവറി ഉണ്ടാകുന്നതായിരിക്കും.